ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തരിയാണ്. തരി നമ്മൾ നോമ്പ് കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അതിലും ഒരല്പം വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പാല് 1/2 ലിറ്റർ, റവ 200 ഗ്രാം, നെയ്യ് 100 ഗ്രാം, പഞ്ചസാര 1 കപ്പ്, ഏലക്ക ഒരു 5 എണ്ണം. ഇത്രയും സാധനത്തിന് ഒരു 5 ഏലക്ക നന്നായി ചതച്ച് ഇട്ടാൽ മതി. ചോറിനുള്ള ഉപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ചെറിയ ഉള്ളി, ക്യാരറ്റ്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി വളരെ ചെറുതായിട്ട് നമുക്ക് അരിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിയാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിടാം. ഇതിലേക്ക് കുറച്ച് നെയ്യിടാം. ഉള്ളി ചെറുതായി അരിഞ്ഞാണ്, അത് നമുക്ക് ഇതിലേക്കിടാം. ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഈ റവ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് കളറുള്ള ക്യാരറ്റ് ആണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഇത്രയും കഷ്ണം മതിയാവും. ഇതിപ്പോൾ ഇത്രയും സാധനത്തിന് ഇത്രയും മതിയാവും. നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ റവ ചേർക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അത് നമ്മൾ ഉള്ളി മൂപ്പിച്ചു, റവയിട്ട് അതും മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് പാലും ചേർക്കാം, തേങ്ങാപ്പാലും ചേർത്ത്, രണ്ടും ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് തേങ്ങാപ്പാലുമായിട്ട് അങ്ങനെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്ട് നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാല് ഇതിലേക്ക് ഒഴിക്കാം. ഇത്രയും പാലും ഇത്രയും തന്നെ കഴിക്കാം. ഇതങ്ങോട്ട് നമ്മൾ സാധാരണ താളിച്ചെടുക്കുന്നത് പോലെ തന്നെ അതിലേക്ക് വീണ്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് പകുതി അത്രയും തന്നെ വെള്ളമില്ല. ഇത് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഒരു 4 ഏലക്ക നന്നായി ചതച്ചെടുത്തിട്ട് അതിനകത്ത് ആ കുരു മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. ആ സ്മെല്ല് അതിൽ കിട്ടിക്കോളും. പഞ്ചസാര നിങ്ങളുടെ സൗകര്യത്തിനും മധുരം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഞ്ചസാരയാണ്. ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇന്ന് പാകം വരുന്നത്. അപ്പോൾ നമ്മുടെ തരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാകത്തിന് നമ്മളിത് വെള്ളം ചേർക്കാനായിട്ട് കുറച്ച് വെള്ളവും പാലും കൂടി തിളപ്പിച്ച് എക്സ്ട്രാ ഇടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാകത്തിന്, ഇത് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം കുറച്ച്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എന്തോരം വേണമെന്നുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പാകമാണ്. നമ്മൾ ആ കഴിക്കാനുള്ള കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മുപ്പിച്ചൊഴിക്കാം. അതിന് സ്റ്റൗ കത്തിക്കാം. നമുക്ക് ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർക്കാം. വളരെ കുറച്ച് നെയ്യ് ചേർത്താൽ മതി. നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് നന്നായിട്ടൊന്ന്
കഴുകി ഇടുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച്. നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കട്ടി കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും വെള്ളവും കൂടി തിളപ്പിച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി. ഇത് ഇരിക്കുന്തോറും ഇങ്ങനെ കട്ടി കൂടി വരണ സാധ്യത, കാരണം ഇതൊരു കുറിയ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് ഇത് കട്ടി കുറയ്ക്കുക കൂട്ടുക എന്നിങ്ങനെ ചെയ്യും. നമ്മുടെ തരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.